മെട്ര മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശുക്രിസ്തു ചെയ്തൊരു അത്ഭുതമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 തൊട്ട് 28 വരെയുള്ള വാക്യം ഞാനൊന്ന് വായിക്കാം. വായിക്കുന്ന ശ്രദ്ധയോടിരിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ഇൻസിഡൻ്റാണ്, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വായിക്കുന്നു. മത്തായി 15-ൻ്റെ 21 മുതലുള്ള വാക്യം. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്ന് അവരോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മക്കൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോടൊരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവരോട് പറഞ്ഞു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇതൊരു ഇൻസിഡൻറ്റ്, യേശു സൗഖ്യം നൽകുന്ന ഒരു ഇൻസിഡൻ്റാണ് വായിച്ചത്. യേശുവിൻ്റെ ജീവിതത്തിൽ അവനെ ആ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ അവനോട് ചുറ്റും ഇങ്ങനെ കൂടുന്ന ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ യേശുവിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കാം. ദൈവമാണ് ആ സമയത്ത് ദൈവവചനം പോലും ഇല്ലാതിരിക്കുന്നൊരു സമയമാണല്ലോ. പ്രത്യേകിച്ചും മലാക്കി ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങൾ 400 വർഷം ഒരു ഇരുണ്ട ഒരു കാലഘട്ടമായിരുന്നു. ആ ഡാർക്ക് ഏജ് കഴിഞ്ഞിട്ട് യേശു പ്രത്യക്ഷപ്പെട്ട് അവന് ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അനേകം ആളുകൾ യേശുവിനെ ഫോളോ ചെയ്തതായിട്ട് കാണും. അന്നേരം യേശുവിനൊരു ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒക്കെ പ്രയാസമായിട്ടുകൊണ്ടാണ് മലമേലൊക്കെ ആരും അറിയാതെ രാവിലെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ സോർ സീദോം എന്ന് പറയുന്ന ദേശം എന്ന് പറയുന്നത് അവിടുന്ന് വിട്ടിട്ട് വേറൊരു പ്രദേശമാണ്. ശരിക്കും അത് യഹൂദന്മാർ പാർക്കുന്ന ഒരു സ്ഥലമല്ല. അവിടത്തേക്ക് വാങ്ങിപ്പോയത് അവിടെ ഒരു പ്രൈവസിക്ക് വേണ്ടി വാങ്ങിപ്പോയതാണ്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ യേശുവിനെ തിരിച്ചറിയുന്നവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവളെക്കുറിച്ച് കനാന്യ സ്ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇതേ ഇൻസിഡൻറ്റ് പറയുമ്പോൾ സുറോഫിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കനാന്യൻ്റെ ഇടയിൽ നിന്ന് എന്ന് വെച്ചാൽ അവർ വേറൊരു ഒരു ജാതി ആളുകളാണ്. അവരിൽ നിന്ന് യഹൂദന്മാർ അവരുമായിട്ട് സമ്പർക്കമില്ല. അവരിൽ നിന്ന് സ്ത്രീകളെ പോലും മാരി ചെയ്യത്തില്ലായിരുന്നു. നേരത്തെ അറിയാം, കനാന്യരിൽ നിന്ന് പോലും നിങ്ങൾ കല്യാണം കഴിക്കരുതെന്നൊക്കെ യോശുവയുടെ പുസ്തകത്തിലുമൊക്കെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം. അതുകൊണ്ട് ചെറിയൊരു റെസ്റ്റിന് വേണ്ടി ഇസ്രായേലിൻ്റെ ഏറ്റവും വടക്കു ഭാഗത്ത് ഉള്ളൊരു സ്ഥലത്ത് യേശു അവിടെ എത്തിയത് ആരും അറിയാതെ ഇരിക്കാനായിട്ട് യേശു ആഗ്രഹിച്ചു. അതായത് ഈ സുറോഫിക്കാരിയായ സ്ത്രീ അവൻ്റെ മകൾക്ക് സൗഖ്യം വേണം എന്നും പറഞ്ഞ് യേശുവിനെ അപ്രോച്ച് ചെയ്യാണ്. അതെന്താണ്? ദുഷ്ടാത്മാവ് ആ സ്ത്രീ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂതം ഉപദ്രവം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെങ്കിലും അവളെ സൗഖ്യമാക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അവളിങ്ങനെ പറയുമ്പോഴേ ശിഷ്യന്മാർ അവരുടെ അരികെ വന്നിട്ട് പറയുക, എങ്ങനെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു വിടും. അവളാണ് നമ്മുടെ പിന്നാലെ ഇങ്ങനെ നിലവിളിച്ച് വരിക, അവളെ എങ്ങനെ ഒന്ന് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഉദ്ദേശിച്ച്, അവൾക്ക് വേണ്ട സൗഖ്യം നീ കൊടുത്തിട്ട് അവളെ വിടുക. അവളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്താണ് ചോദിച്ചത്? സെൻഡ് ഹർ അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളെ പറഞ്ഞു വിടുക എന്നുള്ളത് വെച്ചാൽ അവൾ ചോദിക്കുന്നത് കൊടുത്ത് വിടുക എന്നാണ്. അതിന് യേശുവിൻ്റെ ഉത്തരം, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിലാണ്. എന്ന് പറഞ്ഞാൽ ഈ യഹൂദ ജനം ദൈവത്തെ അറിയണം, അതിനു വേണ്ടിയാണ് എന്നെ വിട്ടിരിക്കുന്നത്. ഇവൾ അന്യജാതിക്കാരിയാണ്. ഇപ്പോൾ അതിൻ്റെ
സമയമായിട്ടില്ല എന്നാണ് വേറൊരു രീതിയിൽ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ദൈവമാണ്. അവൻ കാലങ്ങളെല്ലാം അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് എവളുടെ സമയം ഇപ്പോൾ ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആദ്യം യഹൂദനും പിന്നെ യവനും, ആദ്യം യഹൂദൻ കഴിഞ്ഞിട്ടാണ് ജാതികളിലേക്ക് സുവിശേഷം എത്തണമെന്ന് ദൈവം പ്ലാൻ ചെയ്തത്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനാണ് ദൈവം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിന് കൊടുത്ത പ്രോമിസാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അവർക്കാണ് കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എന്തോ അതിന് എവൾക്ക് ഈ കാണാതെ പോയ ഗ്രഹത്തിലെ ആടുകൾക്കല്ലാതെ ഇപ്പോഴൊരു ബെനിഫിറ്റ് ഇല്ല, അത് തടഞ്ഞു വെച്ചിരിക്കുക. പിന്നീട് എന്നാ ബെനിഫിറ്റ് വരുന്നത്? വരാനൊരു സമയമുണ്ട്, അത് കർത്താവിനറിയാം. എപ്പോഴാണ്? കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് കഴിയുമ്പോൾ അവർക്കെല്ലാം ആ ബെനിഫിറ്റ് വരുമെന്ന് കർത്താവിനറിയാം. എന്നാൽ ഇപ്പോഴേ കർത്താവ് അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിനെ ഒന്ന് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പക്ഷേ എന്നാൽ ഈ സ്ത്രീ വിട്ടുകൊടുക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്നാണ് പറഞ്ഞത്. അതിനകത്ത് എഴുതിയേക്കുന്നത് ഷീ വർഷിപ്ഡ് ഹിം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ശരിക്കും എന്താണ് ഈ കനാന്യ സ്ത്രീയെ അവനെ വർഷിപ്പ് ചെയ്യാനായിട്ട് ഇടവരാനുള്ള കാര്യം? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവളൊരു ആവശ്യമായിട്ട് വന്നതാണ്. അവൻ ദൈവമാണ്, അവനെ അത് പോസിബിൾ ആണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ കനാന്യ സ്ത്രീക്ക് വരികയാണ്. അതുകൊണ്ടാണ് അവൾ വർഷിപ്പ് ചെയ്തിട്ടും യേശുക്രിസ്തു ചെയ്യാത്ത കാര്യം എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം പെട്ടെന്ന് ഇനി ഉത്തരം തരുമെന്ന്. അങ്ങനെയല്ല. ദൈവത്തിന് ചില സമയങ്ങളും കാലങ്ങളും ഉണ്ട്. ആ സമയത്ത് തന്നെ അത് വരും. ഇൻ ഹിസ് ടൈം ഹി മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ എന്നാണ് എക്ലീസിയാസ്റ്റിലെ സഭാപ്രസംഗിൽ. അവൻ്റെ സമയത്ത് അതെല്ലാം അവൻ ചെയ്തു തരും എന്നുള്ളതാണ്. അതിന് ദൈവം അത് ചെയ്യാതിരിക്കുകയില്ല. അതിൻ്റെ സമയമായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വീണ്ടും അവർ പറയുകയാണ്, മക്കളുടെ അപ്പം, അവന് പറയാണ് മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നുള്ളത്. മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ട റൈറ്റാണ് ഈ വിടുതലും ഈ ഹീലിങ്ങും അവർക്ക് അവകാശപ്പെട്ടതാണ്. വിടുതലും ഹീലിങ്ങും അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് മറ്റുള്ളവർക്കുള്ളതല്ല, പുറജാതിക്കാർക്കുള്ളതല്ല എന്നുള്ളതാണ്. കാരണം യേശു വന്നത് അവർക്ക് വേണ്ടിയാണ്, അവരെ ദൈവത്തിങ്കിലേക്ക് നടത്താൻ വേണ്ടിയാണ് വന്നത് എന്നുള്ളത്. ഉടൻ തന്നെ അവളുടെ ആൻസർ കേട്ടോണം. അതാണ് ഇന്നത്തെ മെയിൻ മെസ്സേജായിട്ട് പറയാനുള്ള ഉദ്ദേശിക്കുന്നത്. കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് എടുത്തു കൊടുക്കാനായിട്ട് പാടില്ല. നായ്ക്കുട്ടി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഡോഗ്സ്. മക്കളുടെ അപ്പം എന്നിവിടെ യേശുക്രിസ്തു പറയുന്നത് മക്കളുടെ സൗഖ്യമാണ്. എന്ന് വെച്ചാൽ അവളുടെ മോളുടെ സൗഖ്യം ആണ് പറയുന്നത്. മക്കളുടെ അപ്പം എന്ന് പറയുന്ന അവളുടെ സൗഖ്യവും വിടുതലുമാണ്. അത് അവൾ പറയുകയാണ്, ആ ബിറ്റ് കഴിച്ചിട്ടും ജീവിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അത് യേശു പറഞ്ഞു, യെസ്, നിന്റെ വിശ്വാസം വലുത്, എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളുടെ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ സൗഖ്യമാണ്. ഇവിടെ യേശു അപ്പവും സൗഖ്യവും ഈക്വൽ ചെയ്തിരിക്കുകയാണ്. മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത് മക്കൾക്ക് വേണ്ട സൗഖ്യം അവൾ പറഞ്ഞതാണ് അപ്പം. എന്നാൽ അത് യേശു അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഈക്വലാക്കി. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവമക്കൾക്ക് ഇന്ന് സൗഖ്യവും വിടുതലുമുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വിശ്വാസവും വിടുതലും സൗഖ്യവും വിടുതലും നമ്മുടെ അവകാശമാണ്, ദൈവമക്കളുടെ അവകാശമാണ്. അത് അവിടെ ഇസ്രായേലിന് കൊടുക്കാനായിട്ട് ഉള്ളതായിട്ടാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള
പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം തന്ന് നമ്മളെ അവകാശികളാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഈ സൗഖ്യവും വിടുതലും ഇന്ന് നമുക്കുള്ള അവകാശമാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്ത് സൗഖ്യമാണ്? ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സൗഖ്യം. മത്തായിയുടെ സുവിശേഷം 8:16-17 വാക്യങ്ങളിൽ വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരും അവൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. യെശയ്യാ പ്രവാചകൻ്റെ പ്രോമിസ് യേശുക്രിസ്തു കൂടി നിവൃത്തിയായതാണ് അതിൽ പറയുന്നത്. എന്താണ്? ഭൂതഗ്രസ്തരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാരെ സൗഖ്യം വരുത്തി. റിക്വസ്റ്റ് ദൈവത്തിൻ്റെ സന്നിധിയിലെ ഈ കനാന്യ സ്ത്രീ വെച്ച് കഴിഞ്ഞപ്പോഴേ അത് റിജക്റ്റ് ചെയ്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനാൽ ആദ്യം ആ റിക്വസ്റ്റിന് യേശുക്രിസ്തു ഉത്തരം കൊടുക്കുകയാണ്. കാരണം എന്താണ്? അവളുടെ വിശ്വാസം കണ്ടിട്ട്. അന്നേരം നമ്മുടെ അവകാശം, ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവകാശമാണ് സൗഖ്യവും വിടുതലും. കാരണം ആ പർപ്പസിന് വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. അത് നമ്മുടെ ഒരു അവകാശമാണ്, ദൈവത്തിൻ്റെ മക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ അപ്പം എന്ന് പറയുന്നത് മക്കളുടെ സൗഖ്യമാണ്, മക്കളുടെ വിടുതലാണ്. അത് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സൗഖ്യം നമ്മുടെ അവകാശമായിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോഴേ തീരാ രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ ചില ആൾ പറയും, അങ്ങനെയാണെങ്കിൽ ഇന്ന് ആശുപത്രിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലൊക്കെ പലരും പറയുന്നുണ്ട്, ആശുപത്രിയുടെ ആവശ്യമില്ലല്ലോ, ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഡോക്ടർമാരും ആവശ്യമുണ്ട്, ആശുപത്രി ആവശ്യമുണ്ട്, എല്ലാം ആവശ്യമുണ്ട്. കാരണം എല്ലാവരും, ഈ ലോകത്തിലുള്ളവരെല്ലാവരും ഇതുപോലെ സൗഖ്യം ഏറ്റെടുത്ത സൗഖ്യമാകത്തൊന്നും ഇല്ലല്ലോ. അത് ദൈവത്തിനറിയാം. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഫാക്റ്റിനേക്കാളും ബിയോണ്ടായിട്ട് ട്രൂത്ത് വർക്ക് ചെയ്യുമ്പോഴേ ഡെലിവറൻസ് നിങ്ങളുടേതാണ്. ഫാക്റ്റ്, വസ്തുതയേക്കാൾ ഉപരിയായിട്ട്, യുക്തിയേക്കാൾ ഉപരിയായിട്ട് വിശ്വാസം വർക്ക് ചെയ്യുമ്പോഴേ അത് സത്യമായി മാറുകയും ആ സൗഖ്യം നിങ്ങളുടേതായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ അവകാശമാണ്, ദൈവമക്കളുടെ അവകാശമാണ് സൗഖ്യം വിടുതലും എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നവരെ, ഞാൻ ഈ കനാന്യ സ്ത്രീയുടെ ഉദാഹരണത്തിൽ നിന്ന് പറയാം, കണ്ടിന്യൂസ് ആയിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച്, രോഗാവസ്ഥയിലിരിക്കുന്ന ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവത്തോട് പറയുമ്പോഴേ ദൈവം നമുക്ക് വിടുതൽ തരികയും നമ്മളെ വിടുവിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് സൗഖ്യം നമ്മുടെ അവകാശമാണ്. അവൻ്റെ അടിപ്പിണരുകൾ നിങ്ങൾ സൗഖ്യം എടുത്തേക്കുക. അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള വിടുതൽ ഇന്ന് നിങ്ങൾ പ്രാപിക്കണം. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അതുകൊണ്ട് ഈ സുറഫീക്ക സ്ത്രീ അല്ലെങ്കിൽ കനാന്യ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, സൗഖ്യം നമ്മുടെ അവകാശമാണ്. യേശുവിൻ്റെ മരണശേഷം അത് നമ്മളെ ദൈവമക്കളാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് വന്നു. അത് നേരത്തെ യഹൂദൻ്റേതാണെങ്കിൽ ഇന്ന് ജാതികളുടെയും ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും അവകാശമാണ്. ആ അവകാശം അത് നമ്മൾ പ്രാപിക്കുക തന്നെ വേണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഞാൻ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ, നിങ്ങൾക്ക് ഏത് അവയവത്തിലാണ് പ്രയാസം, നിങ്ങളുടെ വലങ്കൈ അവയവത്തിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഇന്ന് വലിയൊരു വിടുതൽ തരും. ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ദൈവം നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് ഈ സൗഖ്യവും വിടുതലെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, കനാന്യ സ്ത്രീയുടെ മകൾക്ക് ദുരാത്മാവ് വിട്ടുപോയി സൗഖ്യം വന്നെങ്കിൽ ഇന്ന് അവകാശത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവമേ, നീ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ വിടുതലും ഞങ്ങളുടെ ജീവിതങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് അവയവത്തിലായാലും ദൈവമേ, ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവേ. എന്നോട് ചേർന്ന് പ്രിയപ്പെട്ട ഒരു വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് നീ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കിഡ്നി ഡയാലിസിസുമായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ അതിൻ്റെ വാല്യൂസൊക്കെ കൂടിയിരിക്കുന്ന ആൾക്കാരെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു വിടുതൽ വന്നു ചേരുകയാണ്. ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. സൗഖ്യം നിങ്ങളുടെ അപ്പമാണ്,
മക്കളുടെ അപ്പമാണ് സൗഖ്യം, വിടുതൽ. അത് ദൈവം കൊടുത്തിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് കിട്ടും. അത് ഏറ്റെടുക്കുക, ധൈര്യത്തോടെ ഏറ്റെടുക്കുക. വാല്യൂസ് അല്ല പ്രധാനം, സത്യം അതിന് ബിയോണ്ടാണ്. ദൈവം നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനും ഈ ദിവസങ്ങളിൽ നിലനിൽക്കുവാനുള്ള ദൈവകൃപയും നിങ്ങൾക്ക് തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവെന്ന് വെളിപ്പെടുത്തുന്നു. ദൈവരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുക. കർത്താവേ, ഇത് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വലിയ അത്ഭുത രോഗശാന്തി ഇന്ന് നടക്കുവാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്തവർക്ക് നീ കൊടുത്തോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. അതുപോലെ അടുത്ത മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ വാട്സാപ്പ് നമ്പർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.